അമ്പിളി എന്തോ സാറേ? അതെ, അമ്പിളിക്ക് ഇപ്പൊ ഈ സാരിയുടെ പൈസ കൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് അമ്പിളി പറയുന്നത്. പറ്റത്തില്ല സാറേ, എനിക്ക് 9 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 9 ദിവസത്തെ ശമ്പളം. അത് കിട്ടിയാലേ 1500 രൂപ വെച്ചാൽ 1000 രൂപ വെച്ച് സാറ് തന്നാൽ മതി. മതിയോ? നിങ്ങൾ 1000 രൂപ വെച്ച് തന്നാൽ 1000 രൂപ വെച്ച് തന്നാൽ അമ്പിളി ഇവിടെ ജോലി ചെയ്യും. ജോലി ചെയ്യും. 10 അമ്പിളിക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഈ 9 ദിവസത്തെ ശമ്പളം അങ്ങനെ ജോലി ചെയ്യാതെ തരാൻ ഉദ്ദേശമില്ല. ഞാൻ ജോലി ചെയ്യുമല്ലോ. ജോലി ചെയ്തോളൂ. ഒരു 9 ജോലി ചെയ്തല്ലേ? അല്ല, അതെ, ഇപ്പൊ ഒരു 9 ദിവസത്തെ ജോലി തന്നാൽ അമ്പിളി ജോലി ചെയ്യുമല്ലോ. ചെയ്യും. പ്രശ്നം തീരുമല്ലോ. പ്രശ്നം തീരും. അതാണല്ലോ അമ്പിളിയുടെ പ്രശ്നം. എന്റെ പ്രശ്നം. ശരി, അമ്പിളി ഇന്ന് മുതൽ ഇവിടെ 9 ദിവസം ജോലിക്ക് മിണ്ടാഴേ. നീ മിണ്ടരുത് തങ്കം, മിണ്ടരുത്. അമ്പിളിക്ക് ഇന്ന് മുതൽ ഇവിടെ 9 ദിവസം ജോലി ചെയ്യാം. അതിന് അമ്പിളി പറഞ്ഞ 1000 രൂപ ഞാൻ ദിവസവും തരാം. ആണുങ്ങൾ കണ്ടോ പ്രശ്നം പരിഹരിച്ചത് കണ്ടോ? പിന്നെ അമ്പിളി അത് 1-2 ചെറിയ വ്യവസ്ഥകൾ എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. എനിക്കുണ്ട് സാറേ വ്യവസ്ഥ. അല്ല, അമ്പിളിയുടെ വ്യവസ്ഥ എനിക്കറിയാം. മറ്റേ ബിസ്ക്കറ്റും മുട്ടയും പാലും അതൊക്കെ ഞാൻ തരും. അതൊന്നും ഒരു കുറവ് വരുത്തൂല കേട്ടോ. അതായത് ഇപ്പൊ രാവിലെ എഴുതിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉണർന്ന ഉടനെ ഒരു കട്ടൻ ചായ, പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് പത്രം വായിക്കുമ്പോൾ ഒരു പാൽ ചായ അത് കുടിക്കും, നിർബന്ധമാണ്. മോന് പാലാണ്, അവന് പാല് ബൂസ്റ്റ് ഹോളിക്സ് ആയിട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ദോശയാണ് പതിവ്. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ റെഡിമെയ്ഡ് മാവൊന്നുമല്ല, നമ്മൾ ആട്ടണം. ഇവിടെ ഒരളുണ്ട്, ഒരളാട്ടി നല്ല ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കണ ദോശയോ ഇഡ്ഡലിയോ ആണ് എനിക്ക് വേണ്ടത്. പിന്നെ അതിന് കറിയായിട്ട് ചമ്മന്തി നിർബന്ധം, സാമ്പാറും വേണം. ചമ്മന്തി എന്ന് പറഞ്ഞാൽ അരയ്ക്കാൻ നമുക്ക് ഇവിടെ മിക്സി ഇല്ല, അപ്പൊ അമ്മിയിൽ അരച്ച ചമ്മന്തിയാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെയാണ് അവള് ചെയ്തു തരണത്. അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെ അല്ലേ അമ്പിളി. അപ്പൊ ചമ്മന്തിയും സാമ്പാറും ആയെങ്കിലും ഒന്ന്. പിന്നെ മോന് അവൻ ഈ പറഞ്ഞ മാതിരി അവന് ദോശ ഇഷ്ടമല്ല, അപ്പൊ അവന് ഇടിയപ്പമാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടം. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കറക്കണ സാധനമല്ല, ഇങ്ങനെ ഞെക്കിപ്പിഴീണ ഇതുണ്ടല്ലോ, അതിന് ഇടിയപ്പം ഉണ്ടാക്കി അവന് കൊടുക്കണം. ഇടിയപ്പത്തിൻ്റെ കൂടെ അവന് കറി, ചിലപ്പോൾ മുട്ടക്കറി അല്ലെങ്കിൽ കിഴങ്ങ് കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി അവന് വേണം. പിന്നെ തങ്കത്തിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവൾക്ക് പുട്ടായാലും മതി, ഇല്ലെങ്കിൽ ഉപ്മാവായാലും മതി. അതാണ് അവൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ എഴുതി. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ ചിലപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പാർട്ടിയിലെ അണികളൊക്കെ കാണും. അവർ ചിലപ്പോൾ ഒരു 8-10 പേര് കാണും, ചിലപ്പോൾ ഒരു 15 പേര് കാണും. പറഞ്ഞപ്പോൾ നാളെ ഉണ്ട് കേട്ടോ, പാർട്ടിയിൽ ഒരു 10 പേർക്കുള്ള ഭക്ഷണം നമുക്ക് റെഡിയാക്കണം. അത് ഞാൻ മെനു ഒക്കെ ഞാൻ പറയാം. പിന്നെ നിർബന്ധമായിട്ട് എനിക്ക് അന്നുള്ള ബെഡ്ഷീറ്റ് തുണികൾ അന്നന്ന് കഴുകണം. വാഷിംഗ് മെഷീൻ ഇല്ലേ, അപ്പോൾ നമ്മൾ അലക്കുകല്ലിലാണ് വെള്ളം കിണറ്റിന്ന് കോരണം, മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് കോരി ബാക്കിൽ കൊണ്ടുപോവുക, കഴുകുക, ഉണക്കുക. ഉണക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്തിരി ഇടണം. ഇസ്തിരി ഇടുന്ന കറണ്ടിലുള്ള ഇസ്തിരി പെട്ടിയിൽ എനിക്ക് തേക്കണം ഇഷ്ടമല്ല, ചിരട്ടപ്പെട്ടി ഇവിടെ ഉണ്ട്, അതിലാണ് നമ്മൾ തേക്കാൻ. പിന്നെ തറ തുടയ്ക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ പൊടി അലർജി ഉണ്ട് എനിക്ക്, കൊച്ചിനും ഉണ്ട് അലർജി. പിന്നെ വല അടിക്കണം, വലയൊക്കെ അടിക്കുന്നത് 2 ദിവസം ഒരിക്കലൊക്കെ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കുറേ നിർബന്ധം എനിക്കുണ്ട്. അപ്പം അതൊക്കെ ഓക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചോളാം കേട്ടോ. ബാത്റൂം അമ്പിളി പറയാൻ വിട്ടു പോയി. ബാത്റൂം അമ്പിളി 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂമും നല്ല ടിപ്പായിരിക്കണം. നമുക്ക് വേണ്ട ചോറിട്ടിരുന്ന് ഉണ്ണാൻ കണക്കിന് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം. അതൊക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യം. ഇങ്ങനെ കുറച്ച് നിർബന്ധങ്ങൾ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണോ? ഓ, ഇതെല്ലാം ഇവൾ ഒറ്റയ്ക്ക് ചെയ്യണല്ലേ? അന്നൊന്നും ഇത്ര ജോലി ഇല്ലായിരുന്നല്ലേ? അന്ന് ഞാൻ ഇല്ലായിരുന്നല്ലോ അമ്പിളി. ഇനിയിപ്പോ ഞാൻ ഇവിടെ തന്നെ കാണും, എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. എന്റെ പൊന്നു മെമ്പറേ, നിങ്ങളെ സമ്മതിക്കണം. പിന്നെ സാറേ, എനിക്ക് ഈ ജോലി വേണ്ട. എനിക്ക് ജോലി വേണ്ട. ഇഷ്ടംപോലെ പാവങ്ങളുണ്ട്, അവർക്ക് ആർക്കെങ്കിലും വിളിച്ചോട്, അവർക്കൊരു സഹായം ആവത്തില്ല. അമ്പിളിക്ക് ജോലി വേണ്ട. ഇഷ്ടംപോലെ ജോലിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചോണ്ട് പിടിച്ചോളാം. ഈ ജോലി വേണ്ട. പോട്ടെ മെമ്പറേ, ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. കാലെങ്ങനുണ്ട്? മാറി സൂക്ഷിച്ചോണേ. കാല് വയ്യാതെ വന്നാ ഇത്രയും ജോലി വയ്യാത്ത കാലും കൊണ്ട് ചെയ്യണം. പോട്ടെ എന്നാ, അവിടെ വെച്ച് കാണാം. സാറേ ടാറ്റ.